ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി കേട്ടോ. അപ്പോൾ നമ്മളുടെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അല്ല പറയുന്നത്, സ്ഥിരമായി നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കാണാപ്പാടാണ്. ചിലരൊക്കെ എന്നെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് ചിലപ്പോൾ ഞാൻ മറന്നുപോയ കാര്യങ്ങളായിരിക്കാം. ഇപ്പം നമ്മുടെ ഈ റോസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ റോസിൻ്റെ കൊമ്പ് കുത്തിയിട്ട് നടാനായിട്ട് നിൽക്കുക. ഈ റോസ് പോലും എല്ലാവരും കുറേ പേരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ചിലരൊക്കെ ഇങ്ങോട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമ്പോഴേ വീടൊക്കെ അറിയാതെയൊക്കെ വരുമ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ റോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് സ്വാതി കല്യാണിയുടെ തലയിൽ റോസ് പൂ വെച്ച് കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആ റോസല്ല, അപ്പോൾ ഇതന്നെ വീട്, അങ്ങനെയൊക്കെ പോലും മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ മറന്നുപോയ കാര്യങ്ങളായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. സ്വാതി ആ കാര്യം എന്തായി, ഈ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതുപോലെ എല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണത്. ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ പോലും എന്നെ ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ എന്നോട് അതിൻ്റെ വിശേഷങ്ങൾ വന്ന് ചോദിക്കാൻ നിങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നമ്മളുടെ അതൊരു കൊച്ചു വിജയം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കണ്ണൻകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൻകുട്ടി ഇപ്പോൾ വലിയ വയ്യായകളും കാര്യങ്ങളും ഒന്നുമില്ല. സ്കൂൾ തുറന്ന സമയത്ത് കല്യാണിക്ക് ചെറിയൊരു വയ്യായൊക്കെ വന്നായിരുന്നു. പിന്നെ വെക്കേഷൻ സമയത്തൊക്കെ ആൾ ഓക്കെ ആയിരുന്നു, തീരെ വയ്യായകൾ ഉണ്ടായിരുന്നില്ല. ഇനി കല്യാണി സ്കൂളിൽ അവൾക്കാണെങ്കിൽ എന്നും വയ്യായകളാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും ഫുഡ് നല്ല രീതിയിൽ കഴിച്ചാലാണല്ലോ നമുക്ക് പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവൾക്ക് അത് ഭയങ്കര മടിയാണ്, അവൾ ഫുഡ് കഴിക്കില്ല. അവൾക്ക് അപ്പോൾ ചെറിയ വയ്യായികൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പോഴേക്കും ആൾക്കത് കിട്ടും, ആകെ പണിയാവും, കണ്ണന് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയാണ് സ്ഥിരം പതിവ് ഇവിടെ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ കളിക്കാൻ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ കണ്ണനെയും കൊണ്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ മൂന്നാൾ തിരിഞ്ഞേ തിരിഞ്ഞേക്ക് കല്ല് തിരിഞ്ഞില്ല, കല്ല് തിരിഞ്ഞു നിൽക്കടേ ലച്ചോ, കല്ല് തിരിയണില്ല ശരിക്കിട്ടാ. ഇട്ടു എവിടെ കണ്ട കണ്ണ കാണിച്ചില്ലല്ലോ, പോയിന്റ് ഇല്ല. അപ്പൊ ഓക്കെ, പോയിന്റ് വേണ്ട, നിക്ക്. ഞങ്ങൾ കുറച്ച് നേരം ഉള്ളു കണ്ണന്റെ പഴം പുഴുങ്ങണ നേരം വരെ ഉള്ളു. ഇങ്ങോട്ട് നോക്കി നിക്കണോക്കെ. ലച്ചുന് കിട്ടി ആണോ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞേക്കൊക്കെ, തിരിഞ്ഞേക്കിട്ടാ. എന്താ അങ്ങനെയൊക്കെ നിക്കണേ? മര്യാദക്ക് നിക്ക്. ശിവാനി തിരി, ലച്ചു കല്ല് തിരി. ലച്ചു മാത്രം മര്യാദക്ക് നിക്കണുള്ളൂ. ശിവാനിക്ക് കിട്ടി. കണ്ണൻ ചേട്ടൻ അതാണല്ലേ ലൂസ്. ശിവാനിയുടെ ഡ്രസ്സാ, ലച്ചുവിൻ്റെ ഡ്രസ്സാ. ശിവാനിന്ന് വിളിക്കണില്ല, എനിക്ക് ശിവാനി നീട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ശിവ വാവാ. അങ്ങോട്ട് തിരിഞ്ഞേക്ക്, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. അമ്മ വാവാന്നല്ലേ വിളിക്കുക, വാവാന്നല്ലേ വിളിക്കാം, ശിവാന്ന് വിളിക്കാം. അങ്ങോട്ട് തിരിഞ്ഞേക്ക്, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. കണ്ണങ്ങടെ പോയേ, എറിഞ്ഞപ്പോഴാ സാധനം കാണാണ്ടായേ. ലച്ചുവിന് ചൂട്, കല്ലുവിന് ചൂട്. ഇപ്പൊ കല്ലുവിന് ചൂട്. ശിവാനിക്ക് ശിവാനി പോയി, ഒക്കെ പോയി. എല്ലാവർക്കും തണുപ്പായി.
കണ്ടുപിടിച്ചാ സൂചി കിട്ടാണ്ട് എങ്ങനെ കളിക്കല്ലേ? ആ കളിച്ചോ, ഞാൻ വിളക്ക് വെച്ചിട്ട് ഈ പാവേനൊക്കെ നോക്കി വെച്ചു. ചേട്ടനും ഒഴിവുള്ള സമയത്തൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സൂചിട്ട് കളിക്കില്ലേ നമ്മൾ പണ്ടൊക്കെ. നമ്മളുടെ ഒരു എന്താ പറയുക കുട്ടിക്കാല ഓർമ്മകളാണല്ലേ അതൊക്കെ. എന്തോരം കളിച്ചിരിക്കുന്നു അല്ലേ, സൂചിക്കിട്ട് ഒളിച്ച് കളി, എന്തൊക്കെ കളികൾ അങ്ങനെ കളിക്കാറ്. അപ്പോൾ ചേലൂരൊക്കെ ആണെങ്കിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ടേ. പിന്നെ നമ്മളുടെ അവിടെ ഒരു പക്ക ഗ്രാമപ്രദേശം ആയതുകൊണ്ട് പാടവും പറമ്പും അങ്ങനെയൊക്കെയാണ്. റോഡും വണ്ടികളും അങ്ങനത്തെ ഒന്നും പേടിക്കാനേ ഇല്ല. നിറച്ച് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ പാടം ഇങ്ങനെ വിശാലമായിട്ട് എടുക്കുന്നു. അതുപോലെ അപ്പുറത്തൊക്കെ പറമ്പുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടേ കളിക്കാനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ അതൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കളിസ്ഥലങ്ങളൊന്നും ഇല്ല, വീടിൻ്റെ ഉള്ളിലൊക്കെ തന്നെയാണ് അവരുടെ കളിസ്ഥലങ്ങൾ അല്ലേ. അപ്പോൾ ചേട്ടനും കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ ഇരിക്കാറുണ്ട് കളിക്കാനൊക്കെ ആയിട്ട്. എനിക്കോ എനിക്ക് കിട്ടി, എനിക്ക് കണ്ടു, ഞാൻ കണ്ടു, ഞാനില്ല കളിക്കാൻ കണ്ടു. എനിക്കുണ്ടാ ചൂട് അവിടെ കള്ളി. അമ്മേ നാരായണ. വിളക്ക് വെക്കുന്ന സമയത്തൊക്കെയാണ് ഇവരുടെ കളിയൊക്കെ. അപ്പം ഞാൻ കല്യാണിയുടെ അടുത്ത് ഇടയ്ക്ക് പറയും, കല്യാണി വിളക്ക് വെക്കുന്ന സമയത്ത് കളി നിർത്തണം, അത് കഴിഞ്ഞ് നാമം ചൊല്ലാൻ വരണം എന്നൊക്കെ ഞാനിങ്ങനെ കുറേ പറയും. പിന്നെ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതനുസരിക്കും, ചില കാര്യങ്ങളൊക്കെ വലിയ മൈൻഡൊക്കെ ആക്കാണ്ടും പോവാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഇപ്പോഴൊക്കെയല്ലേ എന്ന് പറ്റുള്ളൂ, എന്തെങ്കിലും ആവട്ടെ നമ്മളുടെ കാര്യങ്ങളൊക്കെ അതിങ്ങനെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാറ്, കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും പിന്നെ അങ്ങനെ വലിയ ബലം പിടിക്കാറൊന്നുമില്ല. അപ്പോൾ കണ്ണനെ ഞാൻ നാമം ചൊല്ലാൻ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ ഇവരെ കാണുമ്പോൾ കണ്ണനൊരു എക്സ്ട്രാ ഹാപ്പിയാണുള്ളത്, ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അപ്പോൾ നാമം ചൊല്ലാനിരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കളി നോക്കിയിരിക്കലാണ് കേട്ടോ ഞാനും കണ്ണനും. പിന്നെ എന്തോ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ അവന് നമ്മൾ കൂടുതലും കൊടുക്കാറ് ഈ പഴം പുഴുങ്ങിയിട്ട് അതിൽ ചിലപ്പോൾ ആപ്പിൾ പുഴുങ്ങിയിടും, എന്തെങ്കിലും അവൻ്റെ നട്ട്സും സാധനങ്ങളൊക്കെ ഇടും, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഓട്സ് ഇതുപോലെ തന്നെ ചെയ്ത് കുറുക്കാക്കി കൊടുക്കും. പിന്നെ നമ്മൾ സാധാരണ ചോറ് പപ്പടം കൂട്ടി കൊടുക്കും, അതുപോലെ മുട്ട കൂട്ടി കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കുന്നു അതൊക്കെ അവന് കൊടുക്കും. ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി ആണെങ്കിൽ അരച്ച്, ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തിയും പാലിൽ കുതിർത്തി അങ്ങനെ എല്ലാം കൊടുക്കും. പക്ഷെ എന്നാൽ എന്തായാലും ദിവസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പഴവും ഓട്സും മുടക്കാറില്ല കേട്ടോ. ഓട്സ് ചിലർ പറയുന്നു ഓട്സ് കഴിക്കുന്നത് അത്ര നല്ലതല്ല, എന്താ പറയുക വെയിറ്റ് ലോസ് ആവും എന്നൊക്കെ പറയുന്നു ചിലർ. എന്ന് വെച്ചാൽ ചില അമ്മമാർ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മോൻ അല്ലെങ്കിൽ മോള് ഒട്ടും വണ്ണം വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഓട്സ് കൊടുത്തതിന് ശേഷമാണ് വെയിറ്റ് വെച്ചത്. അപ്പോൾ പല അഭിപ്രായങ്ങളും ഓട്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഓട്സ് കൊടുക്കാറുണ്ട് അവന്. ഇപ്പോൾ വാശിയാണ് ചിലപ്പോഴൊക്കെ കഴിക്കുക. ഇപ്പോൾ എന്താ ചോറ് ചില സമയത്ത് അവന് ഇഷ്ടമാണ്, ഓരോ സമയത്ത് ഓരോ ഇഷ്ടങ്ങളാണ് കണ്ണന്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ ആ പഴം അധികം കാര്യമായിട്ട് കഴിക്കാത്തത് കൊണ്ട് ഞാൻ വേറെ എന്തോം കൂടെ കൊടുക്കാനിരിക്കുകയായിരുന്നു നൈറ്റ് ആയപ്പോഴേക്കും. പിന്നെ മരുന്നും പെട്ടിയൊക്കെ ഉണ്ടാവും അവിടെ, പല്ല് തേക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഇങ്ങനെ കൂടെ ഉണ്ടാവും. അപ്പോൾ കല്യാണിയാണെങ്കിൽ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, ടി വിയിൽ പാട്ടൊക്കെ വെച്ചിട്ട്. അങ്ങനെ അവൾക്ക് ഭക്ഷണം കൊടുക്കലും കൂടെ വേണമല്ലോ, അവൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാനൊക്കെ ഇരിക്കും. അപ്പോൾ തന്നെ വാരി കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതിയൊക്കെ വയറ്റിലെത്തുള്ളൂ, പകുതി ആകുമ്പോഴേക്കും നിർത്തും, അങ്ങനെയൊക്കെയുള്ള വാശികളൊക്കെ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് പിന്നാലെ നടന്നൊക്കെയാണ് കല്യാണിക്കും കൊടുക്കുക. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വിശേഷമാണ് കേട്ടോ. ഞാൻ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കും, പിന്നീടാണ് നമ്മൾ അത് ഓർഡർ ആക്കിയിട്ട് നമ്മുടെ വീഡിയോയിൽ ആഡാക്കുന്നത്. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ അവൾക്ക് പുട്ട് കൊടുക്കുന്നതായിരുന്നു രാവിലെ. പിന്നെ സ്കൂളിൽ പോകാനുള്ള തിക്കും തിരക്കും ബഹളങ്ങളൊക്കെയാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ വിശേഷങ്ങളും, നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോസിലൂടെ തന്നെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്കറിയാം. രാവിലെ തന്നെ അവൾ വിടാനുള്ള കുറേ സർക്കസുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ആയതുകൊണ്ടേ എല്ലാവരും ഇപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഹെൽപ്പറൊന്നും ഉണ്ടായി
എന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണികളൊന്നും എനിക്കില്ല. പക്ഷേ സമയം പോകുന്ന കുറേ പണികൾ എനിക്കുണ്ട് താനും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ഒട്ടും സമയം ഇല്ലാണ്ടാവുന്നത്. എനിക്ക് ആദ്യമൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല കേട്ടോ, സമയമില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു കാര്യത്തിന് എനിക്ക് സമയം കിട്ടുന്നില്ല. ഭയങ്കര വിഷമം തോന്നും എനിക്ക് ചില സമയത്തൊക്കെ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആഗ്രഹമാണ് പല പല കാര്യങ്ങളും ചെയ്യണം, എനിക്കത് സക്സസ് ആക്കണം അങ്ങനെയൊക്കെയുള്ളപ്പോൾ. പക്ഷേ ഈ സമയം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോൾ എനിക്ക് ഒട്ടും ഇല്ലാണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. അയ്യോ, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് വിഷമം വരും. അപ്പം ഞാൻ വിചാരിക്കും, വേണ്ട അങ്ങനെ വിഷമിക്കേണ്ട, പതുക്കെ പതുക്കെ എല്ലാം കൂടെ ചെയ്യാൻ നോക്കണ്ട, പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എത്തിപ്പെടാനൊക്കെ പറ്റും എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പതിവ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബുക്കുകൾ 1000 കോപ്പി അടിച്ചത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഇനി 500 എണ്ണത്തിനും കൂടെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി ഓർഡറുകൾ വരുമ്പോൾ നമുക്കത് അയക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു തിരക്ക് വരും. പിന്നെ ഡെയിലി വീഡിയോസ് ഇടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ യൂട്യൂബിന്. അതുപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ ഓർഡറുകൾ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഒരു 3-4-5 ഓർഡർ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാൻ പാടില്ല ഞാനിനി എപ്പോഴാണ് അതൊക്കെ ചെയ്ത് തീർക്കാമെന്നുള്ളത്. കാരണം ഞാനൊരാളും ഉണ്ട്, എനിക്ക് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ എനിക്ക് വീട്ടിലേതായ പണികളുണ്ടാവും, കണ്ണനെ നോക്കണം, കണ്ണൻ്റേതായ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ ബുക്കിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ എഴുത്ത് എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുക്കിൻ്റെ പണി വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡർ അവിടെ പെൻഡിങ്ങിലിരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഞാനൊരാളുമുണ്ട്, എനിക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങളും എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര വിഷമം വരും, എങ്ങനെ ഞാനിതൊക്കെ മുഴുവൻ എത്തിക്കും, എങ്ങനെ ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ. പക്ഷേ ധൈര്യമുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് എനിക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ. കുറേ അങ്ങോട്ട് ലെങ്തി ആക്കി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഒരുപാട് അങ്ങോട്ട് ലെങ്തി ആക്കി കൊണ്ടുപോകുന്നില്ല. കുറേ ലെങ്തി ആക്കിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ സുഖം ഉണ്ടാവില്ല അല്ലേ കാണാനായിട്ട്. അയ്യോ, ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എനിക്ക് അറിയാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.